ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈ ആണ്. 1/2 കിലോ ബീഫാണ് ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കാദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിന് ഒരു ടീസ്പൂൺ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ഇതൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇന്നിപ്പോൾ വൈഫിന് ഡാൻസ് ക്ലാസ് ഉണ്ട്, കാരണം വൈഫ് ഡാൻസ് ടീച്ചറാണ്. അപ്പോൾ ക്ലാസ് ഉള്ളത് കൊണ്ട് ഇന്നത്തെ വീഡിയോ എടുക്കുന്നതും ഞാൻ തന്നെയാണ്. ഇതിലേക്ക് നമുക്ക് വേവിക്കുന്നതിന് മുമ്പ് ഒരു തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. വിസിൽ വന്നു. നമുക്കിതൊന്ന് ഇറക്കി വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് ഇറക്കാം. ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ഒരു 5 സവാള, ഒരു തക്കാളി, ഒരു പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് മൂന്നും കൂടിയിട്ടൊന്ന് നമുക്ക് ചതച്ചെടുക്കണം. അതുപോലെ തന്നെ സവാളയും തക്കാളിയും നമുക്കൊന്ന് പാകത്തിന് അരിഞ്ഞെടുക്കാം. ഇത് നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാളയും തക്കാളിയും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ബീഫ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് ഉണ്ടാക്കാറ്, കാരണം ഞാൻ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാന്ന് പറയാറുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് പാകത്തിന് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ ബീഫിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് പക്ഷേ ഈ മസാല കൂടി വരുമ്പോൾ നമുക്ക് ഉപ്പ് ആവശ്യം വരും. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതൊന്നുകൂടി ആഡ് ചെയ്യുന്നുണ്ട്. മല്ലിയുടെയും മുളകിൻ്റെയൊക്കെ ആ പച്ചമണം ഒന്ന് പോകാനായിട്ട്. ഇനി നമുക്ക് ഇതിൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതുകൂടി ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ആഡ് ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ, അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മീറ്റ് മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബീഫൊക്കെ ഏകദേശം റെഡിയായി വരുന്നു. ഫൈനൽ ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ. ഏകദേശം കളറൊക്കെ മാറി ഒരു ഡ്രൈ ഫ്രൈ ആ സ്റ്റേജിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ബീഫ് ഓക്കെ ആയി. നമുക്കിനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം.
നമ്മുടെ ബീഫ് റെഡിയായി. ഇനി നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ബീഫിൻ്റെ കൂടെ പൊറോട്ടയാണ് ആവശ്യം. പക്ഷേ തൽക്കാലം നമുക്ക് ചോറിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.